ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാവാടയും ബ്ലൗസും ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 4 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പാകത്തിനുള്ള രീതിയിലെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഈ ഒരു പാവാടയും ബ്ലൗസും നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ എല്ലാവർക്കും മുതിർന്ന കുട്ടികൾക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു മോഡലാണിത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണം കേട്ടോ. അപ്പോൾ സ്കേർട്ട് ചെയ്യുന്നത് ഞാനിവിടെ ഒരു സാരിയിലാണ് കേട്ടോ ചെയ്യുന്നത്. സ്കേർട്ട് അപ്പോൾ അതിന് ചേരുന്ന രീതിയിൽ ഞാനൊരു ബ്ലൗസിന് തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഡിസൈൻ, നല്ല തുണിയിൽ കുറച്ച് ഡിസൈൻ വരുന്നുണ്ട്. ഒരു വെർട്ടിക്കൽ രീതിയിൽ ഗോൾഡൻ കളറിലൊരു ഡിസൈൻ അതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് ആണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ് ഞാൻ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ വരുന്നത് 4 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോൾ വന്നിട്ട് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വേസ്റ്റ് റൗണ്ട് നമുക്ക് 6 വേണ്ടിയത്. തയ്യൽ തുമ്പോടെ ഇട്ട് 7 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത് 10 എടുക്കുന്നത്. 10 എന്ന് പറയുന്നത് തയ്യൽ തുമ്പോടെ ഇട്ടിട്ടാണ് 10. അപ്പോൾ വേസ്റ്റ് റൗണ്ട് 7 തന്നെ എടുക്കുകയാണ് കേട്ടോ. അരയിഞ്ച് കുറച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ആം ഹോൾ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബാക്ക് പീസാണ്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തേരുവശം, ലൈനിങ്ങിൻ്റെ തേരുവശം ഇതുപോലെ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചത് അങ്ങോട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്ക് വശം കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി വന്നിട്ട് നമുക്ക് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്ക് വിത്ത് വന്നിട്ട് 2.5 എടുക്കുന്നത്. ലെങ്ത് വന്നിട്ട് 3 എടുക്കുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആം ഹോളിൻ്റെ അവിടെയും ഇതുപോലെ ഒരു സ്ലോപ്പ് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. നെക്ക് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇനി വന്നിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ എൻഡിൽ വന്നിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്ക് പീസ് ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്. നെക്ക് അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ എൻഡിൽ, ബ്ലൗസിൻ്റെ എൻഡിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ബാക്ക് പീസും ഇതുപോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പം നമ്മൾ നല്ല തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനത് സെയിം അളവിൽ തന്നെ, അതായത് ആ ലൈനിങ് കട്ട് ചെയ്ത ആ ഒരു മാർക്കിൽ തന്നെയല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്യുമ്പം അതങ്ങ് കട്ട് ചെയ്ത് കളയാമല്ലോ, അതിന് വേണ്ടി ഞാൻ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല പീസ് നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടിയത് സ്ലീവാണ്. സ്ലീവ് ബാൻഡ് രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഗാദേഴ്സ് വരുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്ലീവ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ തുണി 2 മടക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലീവിൻ്റെ വിത്ത് വന്നിട്ട് 10 എടുക്കുന്നത്. ലെങ്ത് വന്നിട്ട് 9 എടുക്കുന്നത്. ഇപ്പോൾ വിത്ത് എത്ര വേണമെങ്കിലും കൂട്ടിയാലും ലെങ്ത് കൂട്ടി കൊടുക്കരുത് കേട്ടോ. വിത്ത് നമുക്ക് എത്ര ഗാദേഴ്സ് ഇടണോ അത്രയും രീതിയിൽ നമുക്ക് അങ്ങനെ കുറച്ച് എടുക്കാം. പക്ഷേ ലെങ്ത് വന്നിട്ട് 9 എടുക്കാവുള്ളൂ. ഇപ്പോൾ വിത്ത് ഞാനിവിടെ 10 എടുത്തിട്ടുള്ളത്, 9 ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് സ്ലീവാണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 മടക്കിയിട്ട് 2 സ്ലീവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വിത്തിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറിച്ചിടണം കേട്ടോ. ഇതുപോലെ 2 ബാൻഡേഴ്സ് ഇങ്ങനെ കിട്ടും. പിന്നെ ഇത് ചെറിയ ഗാദേഴ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് നല്ല പീസിൽ ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് നല്ല പീസ്, അതായത് ഡിസൈൻ വരുന്ന പീസ് നല്ല തുണിയും ലൈനിങ് അതിൻ്റെ മുകളിലായിട്ട് ലൈനിങ് നമ്മൾ അളവ് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലൈനിങ് അതിൻ്റെ മുകളിൽ ഇടുക. എന്നിട്ട് നമ്മുടെ സ്ലീവ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതി ഗാദേഴ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു സ്ലോപ്പ് പോലെ കൊടുത്തല്ലോ, അപ്പോൾ അവിടെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗാദേഴ്സൊക്കെ കൊടുത്ത് ഇങ്ങനെ ആം ഹോൾ അതിൻ്റെ അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അങ്ങനെ 2 സ്ലീവും നെക്കും ഇതേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അപ്പുറത്തെ സ്ലീവും ഇതുപോലെ തന്നെ ആ ഒരു സൈഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത്, ഇപ്പം പറയുന്നതിനേക്കാളും കൂടുതൽ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ അത് പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ നെക്കിൻ്റെ അവിടെയും, നെക്ക് നമുക്കൊരു വി പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ആ നെക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മറിച്ചിട്ടാൽ മതി.
അപ്പം മറിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പം വേണ്ടിയത് ബ്ലൗസിൻ്റെ എൻഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്ലീവ് ഒന്ന് അകത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി പീസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് മറിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. നമുക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ബാക്ക് പീസാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് പീസ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസ് നമ്മൾ ബാക്കിൽ കെട്ട് വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഇതുപോലെ പീസ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ലൈനിങ്ങിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഒരു സൈഡിൽ 5 എണ്ണമൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിത്ത് ഒരേ കണക്ക് വിത്തിട്ടിട്ട് ഒരു 1 ഇഞ്ച് ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല തുണിയിൽ ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് നല്ല പീസിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ ബ്ലൗസിൻ്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് കൊണ്ടുവരിക. പിന്നെ ഇനി നെക്കിൻ്റെ ഭാഗമാകുമ്പോഴത്തേക്കും സ്റ്റിച്ച് നിർത്തിയിട്ട് ഇനിയിപ്പം നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ലീവ് ഇതുപോലെ ചെറിയ ഗാദേഴ്സ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് ആ സ്ലോപ്പിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പീസ് വരുന്നതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ അതൊന്ന് മറിച്ചിട്ടാൽ മതി. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ബാക്ക് വശം ഒരു പീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത വശവും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് വശം കിട്ടിയിട്ടുണ്ട് ഒരു വശം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത വശവും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പം ബാക്ക് വശവും ഇതുപോലെ 2 വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശം നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പം നമുക്ക് അതിനൊരു നാടയും കൂടെ ഇടണം. അപ്പം ബാക്കും ഫ്രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സൈഡൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എൻഡിൽ വേണമെങ്കിൽ എന്തെങ്കിലും കുഞ്ചലോ അങ്ങനെ എന്തെങ്കിലും ഇടാം. അപ്പം ഞാൻ ഇവിടെ ഇതൊന്ന് സൈഡൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 2 വശവും ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് എല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ സ്ലീവിൽ വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് കൂടെ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ച് വീതിയിൽ നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വീതിയിൽ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടായിട്ട് മുറിച്ചപ്പോൾ ഒരു പീസ് വന്നിട്ട് 3 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി വന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ചള്ള് വശത്ത് ഇതേപോലെ ഒന്ന് വലിച്ച് എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വലിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ സ്ലീവിൽ. അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വന്നിട്ട് നമുക്കതിൽ കുറച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ, അതായത് അതിൻ്റെ ബ്ലൗസിൻ്റെ എൻഡിൽ നമുക്ക് ചെറിയ രീതി ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പാക്കറ്റ് വന്നിട്ട് 10 രൂപയൊക്കെയുള്ള റേറ്റ് വന്നിട്ട്. അപ്പോൾ അത് കൂട്ടി ഞാനൊരു ഒരു ഗോൾഡൻ കളർ കുറച്ച് വലിയ ബീഡ്സും അതിൻ്റെ കഴിഞ്ഞ് ഒരു മീഡിയം സൈസ് ബീഡ്സും കൂടെ എടുക്കുന്നുണ്ട്. നോർമൽ നീഡിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓറഞ്ച് കളറിലെ ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ബോർഡർ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടി. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, ഡിസൈനും കാര്യങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നല്ല ഭംഗിയാണ്. ഈ ഒരു മോഡൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡിസൈൻ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ബ്ലൗസിൻ്റെ ഒരു നെക്കിൽ വന്നിട്ട് നെക്കിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു 4 ഇഞ്ച് പോലും വീതിയില്ലാത്ത രീതിയിലൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീഡ്സ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം അതിൻ്റെ ആ ഒരു ബ്ലൗസിൻ്റെ ബോർഡറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബ്ലൗസിൻ്റെ അകത്ത് ഒന്ന് ചെറിയ രീതിയിൽ ഒരു മീഡിയം സൈസ് ബീഡ്സ്, ഗോൾഡൻ കളർ ബീഡ്സ് തന്നെ ഒന്ന് ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത്. ബ്ലൗസിൻ്റെ വർക്കും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്കേർട്ടാണ് ചെയ്യാനുള്ളത്. അപ്പം സ്കേർട്ടിന് ഞാനിവിടെ സാരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പീക്കോക്ക് ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഞാനിവിടെ സ്കേർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതപ്പോൾ ഒന്ന് മുറിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ മുന്താണിയിൽ കുറച്ച് വേറൊരു മോഡലിലാണ് ഒരു പീക്കോക്ക് ഡിസൈൻ വരുന്നത്. അത് മാറ്റുകയാണ്. സെയിം രീതി ഡിസൈൻ വരുന്ന ഭാഗം മാത്രം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ അതിൻ്റെ എത്രയാണ് സ്കേർട്ടിന് തുണി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എത്രയാണോ നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ ഒരു 3 ഇരട്ടി. ഇപ്പോൾ 20 വരുന്നതെങ്കിൽ ഒരു 60 എടുക്കുക. ആ ഒരു ലെങ്തിൽ എടുക്കണം തുണി. അപ്പം ഞാനിവിടെ അത്രയും ഡിസൈൻ വരുന്ന ഭാഗം അത്രയും ഞാൻ എടുക്കുന്നുണ്ട്. ലെങ്ത് വന്നിട്ട് 22 ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡാണ് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വേസ്റ്റിൽ ഇലാസ്റ്റിക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 25 ആണ് ഞാനൊരു 25 ഇഞ്ച് വീതിക്കാണ് തുണി എടുക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് വന്നിട്ട് 5 എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു കട്ടി കിട്ടാൻ വേണ്ടി ഞാനിതുപോലെ 2 പീസ് ഇതുപോലെ വേസ്റ്റ് ബാൻഡിന് വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ വേസ്റ്റ് ഇലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇലാസ്റ്റിക് ഞാനിപ്പോൾ നമ്മൾ എത്രയാണോ അവരുടെ സീറ്റ് റൗണ്ട് എവിടെയാണോ നമ്മൾ സ്കേർട്ട് ഇടുന്നത്, അപ്പോൾ അവിടുത്തെ ലെങ്ത് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് വെച്ചാൽ 18 ഇഞ്ചിനാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇനി അതിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒന്നെങ്കിൽ നമ്മൾ എത്രയാണോ ഫ്രണ്ട് പീസ് നമ്മൾ തുണി എടുത്ത് ആ സെയിം തന്നെ ലൈനിങ് നമുക്ക് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് എത്രയെങ്കിലോ അല്ലെങ്കിലോ ഒരു 1 മീറ്ററൊക്കെ കുറച്ചിട്ട് നമ്മൾ ലൈനിങ് പീസ് എടുത്താൽ മതി. ഇനി ഞാൻ ആ തേരുവശം അതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ആ ഭാഗവും കശവ് വരുന്ന ഭാഗം ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പം ലൈനിങ് പീസും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ലൈനിങ് നമുക്ക് 2 പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നല്ല പീസിൽ ഒന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 21 ഇഞ്ചാണ് നമുക്ക് അതേ സ്കേർട്ടിൻ്റെ റൗണ്ട് വരേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല പീസ് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ലൈനിങ്ങും ഇതുപോലെ തന്നെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അത്രയും തന്നെ ഇല്ലേലും കുറച്ച് വീതിയിലൊക്കെ, കാരണം നമ്മൾ തുണി കുറവല്ലേ ലൈനിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് ലൈനിങ്ങും ഇതേപോലെ ഒന്ന് പ്രിൽസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഇത് രണ്ടും പ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടും ഒന്നിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് വേസ്റ്റ് ബാൻഡ് ചെയ്യാണ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 പീസ് തുണിയാണല്ലോ എടുത്തിട്ടുള്ളത് ടൈറ്റ് കിട്ടാനായിട്ട്. അപ്പം ചള്ള് വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ അടിച്ചതിന് ശേഷം ബാക്കി വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഒപ്പം ഒന്ന് ആക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ലൈനിങ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒപ്പം ഒന്ന് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ ആ സ്കേർട്ടിൻ്റെ ആ ഒരു ബാൻഡ് വെച്ചതിൻ്റെ ആ ഒരു എൻഡിൽ വരെ മാത്രമേ ഉള്ളൂ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒന്ന് മടക്കി ഒന്ന് പേൾ പിൻ ഒന്ന് കുത്തി അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനായിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ മടക്കി ഒന്ന് പേൾ പിന്നൊക്കെ ഒന്ന് കുത്തി സെറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പേൾ പിൻ കുത്തുക. കുറച്ച് സ്ഥലം, അതായത് ഒരു 1.5 ഇഞ്ച് വീതിയിൽ വിട്ടിട്ട് ബാക്കി സ്ഥലം മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റണം. അപ്പോൾ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് എടുത്തേക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. 2-3 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
അതിനുശേഷം ബാക്കി സ്ഥലം ഓപ്പണായിട്ട് കിടന്ന ആ ഒരു സ്ഥലത്ത് നമുക്കിതുപോലെ ലാറ്റ്കൺസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊന്നും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം വേണം ബാക്കി സ്ഥലം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് ബാൻഡൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടിയത് നമുക്ക് ഈ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്കേർട്ടിൻ്റെ ആ ഭാഗം നമ്മൾ ചള്ള് വശം ഇട്ടിട്ട് ആദ്യം അതിൻ്റെ ആ ഒരു പശവ് വരുന്ന ആ ഒരു എൻഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റിച്ച്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എൻഡ് വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈനിങ് പീസും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈനിങ് പീസും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലൈനിങ്ങിൻ്റെ എൻഡ് വന്നൊന്ന് മടക്കിയെടുക്കണം. അപ്പോൾ 2 മടക്കി ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്കേർട്ടിൻ്റെ കാര്യം തീർന്നു. ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. സ്കേർട്ടൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. അപ്പോൾ ആ പീക്കോക്ക് ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ത്രെഡ് വെച്ചിട്ട് ലാറ്റ്കൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും, അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പാവാടയും ബ്ലൗസും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ.